ഹലോ മിസ്റ്റർ ശിവൻ. ഞാൻ തീരെ വിചാരിച്ചില്ല മിസ്റ്റർ ശിവൻ എന്ത് വരുമെന്ന്. ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? ആ വരൂ, നമുക്ക് അകത്തിൽ സംസാരിക്കാം. ചന്ദ്ര, പ്ലീസ് ബി സീറ്റഡ്. മിസ്റ്റർ ശിവൻ എന്താ കുടിക്കാൻ? ഹോട്ട് കോൾഡ്? ചായ മതി. ചന്ദ്ര, ചായ കൊണ്ടുവരൂ. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാം, നന്നായിട്ട് നടക്കുന്നു. ബൈ, ഇവിടുത്തെ പുതിയ ഫാക്ടറിയുടെ ജോലി ആരംഭിച്ചു? ഓയസ്, ജർമ്മനിയിൽ നിന്ന് ടെക്നീഷ്യൻസ് വന്ന് മെഷീൻസ് എല്ലാം ഫിറ്റ് ചെയ്തു. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഗുഡ്. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഡൽഹിയിൽ വലിയ പിടിപാടുള്ള ആളല്ലേ? എനിക്കൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. എന്ത് വേണം പറയൂ. എന്റെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി. അദ്ദേഹത്തിന്റെ PA മിസ്റ്റർ ചൗധരി ഇസ് എ പ്രസിഡന്റ് ഓഫ് മൈൻ. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു ഫോണിലോട്ട് പോകാം. He will not believe what an expert she is in piano. Allah. உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன் தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க. நேத்திக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன். அப்பவும் என்னால உங்களை பார்க்க முடியல. എനിക്ക് ഒരുപാട് ജോലിയില്ല കമലം. സമയത്ത് ഒരിടത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. என்ன வேலை இருந்தாலும் எனக்கு ஒரு டெலிபோன் பண்ண கூடாதா? തിരക്കിനിടയിൽ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. കമലം എന്തിനാ എന്നെ അന്വേഷിച്ചത്? ஒரு சந்தோஷமான சமாச்சாரம் உங்ககிட்ட சொல்லத்தான். പറയൂ, എന്താണ്? நான் உங்க குழந்தைக்கு தாயாக போறேன். ஏன் பேசாம இருக்கீங்க? இதுல உங்களுக்கு சந்தோஷம் இல்லையா? ഇല്ല, ഇപ്പോഴത് വേണ്ടായിരുന്നു. വിധവയായ നീ പ്രസവിക്കുന്നത് നിനക്ക് അപമാനമല്ലേ? നിന്റെ ബന്ധുക്കൾ എന്ത് പറയും? നമ്മുടെ സൊസൈറ്റി എന്ത് പറയും? எனக்கு நீங்க இல்லையா? எனக்கு என் சிவன் இருக்கே. ഞാൻ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ. நீங்க என் கணவராகணும். அதுக்கு நீங்க என்ன கல்யாணம் பண்ணிக்கணும். என் கணவன் இறந்த பிறகு நான் உங்களைத்தானே கணவனா நினைச்சிருக்கேன். ஏன் என்ன கல்யாணம் பண்ணிக்கிறதுல உங்களுக்கு இஷ்டம் இல்லையா? അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ശിവ, നീ വിഷമിക്കണ്ട. എന്തുണ്ടായാലും ഞാനില്ലേ. കമലത്തിന് ഞാൻ ചതിക്കുവോ? നിനക്കെന്റെ വിശ്വാസമല്ലേ? വിശ്വാസം ഇருக்கு. എടാ, അവൾ മരിച്ചു. ആരെ? സോഫി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ട് പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീ പിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. പാവം. നീ സഹതപിക്കുകയാണോ? എടാ രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന അറിയാം? അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കും. ഞാൻ എന്റെ വിരലം നനയ്ക്കാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല.
എങ്കിൽ കാണിച്ചതാ നിന്റെ കഴിവ്. മുത്തുകൃഷ്ണ, ഇവളെ പിടിച്ച് പുറത്താക്ക്. ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും. അത് എന്റെ അവസാനത്തെ വരവായിരിക്കും. മോളെ, ഇവിടെ വരുന്ന ശിവനെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് ഞാനെന്ത് പറയാനാണ് അച്ഛാ? നല്ലവനാണ്. എന്നെ പോലെ തന്നെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് അവൻ വളർന്നു വലിയവനായത്. മോളെ, അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ എന്ത് പറയുന്നു? മോളെ, അവൻ എന്റെ മരുമകനാകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ നിന്റെ ഭർത്താവാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എനിക്ക് ധൃതിയില്ല. നീ നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഹലോ. എന്താ മോളെ? ഡാഡി പറഞ്ഞ കാര്യം എനിക്കിഷ്ടമാണ്. എന്താണെങ്കിലും എന്നോട് പറയാം. പറയൂ. ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആട്ടെ, വാട്ട് യു സേ? താങ്കൾക്ക് ഇഷ്ടമാണോ? മിസ്റ്റർ മേനോൻ, എന്റെ ഇഷ്ടവും ഇഷ്ടക്കേട് നോക്കേണ്ട കാര്യമില്ല. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാ. അങ്ങയുടെ മകൾ യമുനയ്ക്ക് ഇത് ഇഷ്ടമാണോ എന്നാ അറിയേണ്ടത്. അവൾക്ക് എപ്പോഴേ സമ്മതമാണ്. പിന്നെ ആർക്കാ സമ്മതമില്ലാത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹോണർ ഫോർ മീ. താങ്ക് യു. ഞാനിപ്പോൾ that means I take it as എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി. എനിക്ക് ആലോചിക്കാൻ ആരുമില്ല. well, then I contact you later. ഓക്കെ then. Bye. ഹലോ കമലം. ഞാനാ ശിവൻ. ഞാന് വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട്. എന്തേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? ഞാൻ മറന്നുപോയി. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്.